ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സ്നേഹിക്കുവാനായി ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസമായിരിക്കും. എന്നാൽ ഇന്ന് ഈ കാലത്ത് സ്നേഹിക്കുന്ന, കരുതുന്ന, അതിലൊക്കെ ഉപരി നമ്മെ വാത്സല്യിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ആളുകളുടെയൊക്കെയും എണ്ണം കുറഞ്ഞു പോവുകയാണ്. സ്നേഹം ലഭിക്കാത്ത, കരുതൽ ലഭിക്കാത്ത, അവഗണിക്കപ്പെടുന്ന, നിന്ദിതരായിത്തീരുന്ന ഒത്തിരിയധികം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിനും ഇന്ന് ഉണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമായി നിൽക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ഡു യുവർ ബെസ്റ്റ് പഞ്ച് എന്ന് പറയുന്നത്. പഞ്ച് എന്നുള്ളത് ജപ്പാനിലെ മൃഗശാലയിലുള്ള 7 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുരങ്ങന്റെ പേരാണ്. പിറന്നു വീണപ്പോൾ തന്നെ അമ്മയുടെ സ്നേഹമോ കരുതലോ വാത്സല്യമോ ഒന്നും ലഭിക്കാതെ അമ്മയാൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവൻ. കൂട്ടുകുരങ്ങന്മാരോടൊപ്പം ചേർന്ന് വസിക്കുമ്പോഴും അവർ അവനെ അവൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവനെ അവരെല്ലാവരും തള്ളി താഴെയിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏകാന്തതയുടെ അവസ്ഥയിൽ കഴിയുന്നതായ ഈ കൊച്ചു കുരങ്ങന് ഒരു സമ്മാനം എന്നവോണം ഒരു ഒറാൻകുട്ടൻ്റെ പാവക്കുട്ടിയെ ആ മൃഗശാലയിലുള്ള ഒരാൾ നൽകുകയാണ്. തനിക്ക് ലഭിക്കാതെ പോയ എല്ലാ സ്നേഹവും, തനിക്ക് ലഭിക്കാതെ പോയ എല്ലാ ചേർത്ത് പിടിക്കലും ഈ കൊച്ചു കുരങ്ങൻ ഈ പാവക്കുട്ടിമേൽ തീർക്കുകയാണ്. താൻ പോകുന്ന ഇടത്തിലെല്ലാം ഈ മനുഷ്യൻ, ഈ കൊച്ചു കുരങ്ങൻ ഈ പാവക്കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഈ കൊച്ചു കുരങ്ങൻ ഈ പാവക്കുട്ടിയെയും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ്. തന്നേക്കാളും ശരീര വലിപ്പമുള്ള ഈ പാവയെ താൻ എവിടെ പോയാലും ഈ പഞ്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു കൂടപ്പറപ്പ് എന്നതുപോലെ പഞ്ച് ഈ പാവക്കുഞ്ഞിനെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെയും ചെയ്യുകയാണ്. എങ്ങനെയാണ് തിരികെയൊന്നും ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും നമുക്ക് ആരെങ്കിലുമൊക്കെ അത്രമേൽ സ്നേഹിക്കുവാനായി സാധിക്കുന്നത്? പലപ്പോഴും നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലുമൊക്കെയും പലതും പ്രതീക്ഷിച്ചുകൊണ്ട് ആകുമ്പോൾ ഈ കൊച്ചു കുരങ്ങൻ, ഈ കൊച്ചു മൃഗം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലിയതാണ്. ഈ കഥ എന്നെ ഓർമ്മിപ്പിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് 4 യുവാക്കൾ ചേർന്ന് തളർവാദമായ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നതായ കഥയിലേക്കാണ്. ഈ പക്ഷവാതക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവൻ്റെ അമ്മയോ അവൻ്റെ അപ്പനോ അവൻ്റെ സ്വന്തം സഹോദരങ്ങളോ അല്ല, മറിച്ച് 4 സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കാണുവാനായി അവൻ താമസിക്കുന്നതായ ഭവനത്തിലേക്ക് ഈ 4 സഹോദരങ്ങൾ, 4 സുഹൃത്തുക്കൾ പോവുകയാണ്. പക്ഷെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ജനക്കൂട്ടം അവരെ അതിന് അനുവദിക്കുന്നില്ല. ക്രിസ്തുവിനെ കാണുവാനായി തടസ്സമായി ആ ജനസമൂഹം നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ടേ മതിയാകൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക്, ക്രിസ്തുവിന്റെ അരികിലേക്ക് എങ്ങനെ എത്തിപ്പെടുവാനായി സാധിക്കും എന്നുള്ള ഉത്തരം തേടി അവർ പോവുകയാണ്. അങ്ങനെ മേൽക്കൂര തുറന്നുകൊണ്ട് അതിൽ നിന്നും ഈ മനുഷ്യനെ താഴേക്ക് ഇറക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നാം നടന്നു നീങ്ങുമ്പോൾ അവിടെ തടസ്സമാകുന്ന ഒത്തിരി അധികം ആളുകൾ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ ജനസമൂഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ആയിരിക്കാം. കാഴ്ചയില്ലാത്ത ബർത്തിമ എന്ന വ്യക്തിക്ക് തടസ്സമായി നിന്നതും ഈ ജനസമൂഹം തന്നെയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ ജനസമൂഹം അവനോട് മിണ്ടാതിരിക്കുവാനായി ആജ്ഞാപിക്കുകയാണ്. പക്ഷേ ആ വേദഭാഗത്തിൽ അവിടെ കാണുന്നത് അവൻ എത്രത്തോളം ശബ്ദത്തിലായിരുന്നുവോ അവൻ നേരത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, അതിനേക്കാളും ഉയരത്തിൽ, അതിനേക്കാളും ഉച്ചത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ
പ്രാർത്ഥനയുടെ മന്ത്രം അവൻ മുഴക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കാതുകളിലേക്ക് അവൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം എത്തുന്നത് വരെയും യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇരിക്കുകയാണ്. ഇവിടെയും ഈ 4 സുഹൃത്തുക്കളുടെ വിശ്വാസം കണ്ടിട്ട് യേശു തമ്പുരാൻ ഈ മനുഷ്യന് സൗഖ്യം നൽകുകയാണ്. ഒന്ന് ഓർക്കുക, ആ കൂടി വന്നതായ ഭവനത്തിൽ വാതിലിൽ കൂടി കടന്നു വരുവാനായി അനുവദിക്കാഞ്ഞ ഒരുവൻ തിരികെ മടങ്ങിപ്പോകുന്നത് എല്ലാവരുടെയും മുൻപിൽ നടന്നുകൊണ്ട് പ്രധാന വാതിൽ വഴി തന്നെ അവൻ തിരികെ മടങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്രയെത്ര പ്രതീക്ഷകൾ, എത്രയെത്ര തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, ഒരിക്കലും തിരികെ വരാതെ വണ്ണമുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം യാത്ര തിരിക്കുവാനായി തയ്യാറാകുന്നു എങ്കിൽ അവൻ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുമെന്നുള്ളതാണ്. ഇന്നേ ദിവസം രാവിലെ വായിച്ചു കേട്ട പ്രൊമിയോൻ സെദ്രായിൽ പറയുന്നുണ്ട്, ദരിദ്രനായിരുന്നതായ മണവാളനെ ആദ്യത്തെ ആഴ്ച അവൻ സുഖപ്പെടുത്തുകയാണ്, അവനെ സമ്പന്നനാക്കുകയാണ്. കഴിഞ്ഞ വാരത്തിൽ കുഷ്ഠം പിടിച്ചതായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ്. ഇന്ന് നടക്കുവാനായി ആരുടെയെങ്കിലും സഹായം വേണ്ടി വരുന്നതായ, നടക്കുവാൻ പോലും കഴിയാതെ ഇരിക്കുന്നതായ ഒരു മനുഷ്യനെ നടന്ന് നിവർത്തിക്കൊണ്ട് ജനസമൂഹത്തിന് മധ്യേ കൂടി അവൻ നടക്കുകയാണ്. വരുന്ന ആഴ്ചയിൽ 38 സംവത്സരമായി രോഗബാധിതയായ ഒരു സ്ത്രീയെ ക്രിസ്തു തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ ഒരു സമൂഹത്തിന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുകയാണ് ഈ വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു. ഹൃദയത്തെ ബലപ്പെടുത്തേണ്ടുന്നതായ ഒരു വാക്യം തന്നെയാകുന്നുവല്ലോ ഇത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം നമ്മെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങുവാനായി നാം തയ്യാറാകുന്നുവെങ്കിൽ സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും ഒക്കെയും അവൻ വെമ്പൽ മുട്ടി നിൽക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റിനും ഇങ്ങനെ സഹായങ്ങൾ ആവശ്യമുള്ള, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു നിൽക്കുന്നതായ ഒത്തിരിയധികം ജീവിതങ്ങളുണ്ട്. അവരെ തൊടുവാനും സ്പർശിക്കുവാനും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനും അവരെ സഹായിക്കുവാനും തയ്യാറാകുമ്പോഴാണ് ഈ നോമ്പ് നേരായ നോമ്പായി തീരുന്നത്. മദർ തെരേസയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ഈ നോമ്പുകാലം ദൈവത്തിന് മനോഹരമായതെന്തെങ്കിലും നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് നൽകിയതായ സമ്പത്തിൻ്റെ ഒരംശമോ, നമുക്ക് നൽകിയതായ സമയത്തിൻ്റെ ഒരംശമോ, നമുക്ക് നൽകിയിരിക്കുന്നതായ താലന്തിൻ്റെ ഒരു അംശമോ. ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നത് അവൻ്റെ ആയിരുന്നില്ല, മറിച്ച് അവനെ സ്നേഹിച്ച, ഒന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കാഞ്ഞ 4 ചെറുപ്പക്കാരായിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളുടെ നൊമ്പരങ്ങളെ തിരിച്ചറിയാൻ, അവരുടെ കണ്ണുനീരുകൾ ഒപ്പിയെടുക്കുവാനായി നമ്മുടെ കരങ്ങൾക്കും നമ്മുടെ ശരീരങ്ങൾക്കുമൊക്കെയും ദൈവം ശക്തി നൽകട്ടെ. അത്തരത്തിലുള്ള നേരായ നോമ്പിലൂടെ കടന്നുപോയി അനേകം ആളുകൾക്ക് വെളിച്ചമാകുവാനായി, അവരുടെ ജീവിതത്തിൽ ചെറിയ പ്രകാശത്തിൻ്റെ കിരണങ്ങളെങ്കിലും കൊണ്ടുവരുവാനായി നമ്മുടെ ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.